നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീഷ്, വൈറ്റസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് MRIയിലെ ഫാമിലി ഫിസിഷ്യനാണ്. തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു ചിത്രശലഭത്തിൻ്റെ രൂപത്തിലുള്ളൊരു ഗ്രന്ഥിയാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണുണ്ട്, അത് തൈറോക്സിനാണ്. ഇതിന് പുറമെ വേറൊരു ഹോർമോണും കൂടെ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, കാൽസിറ്റോണിൻ. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കത്തുന്ന തീയുടെ ഒരു തീത്തുരുത്തി ആയിട്ട് ആണ് ഈ തൈറോക്സിൻ ഹോർമോൺ പ്രവർത്തിക്കുന്നത്. അതായത് ഇപ്പോൾ ആ ഹോർമോൺ ഇല്ലെങ്കിൽ മനുഷ്യ ശരീരത്ത് കൊഴുപ്പ് കൂടുതലടിയുകയും വണ്ണം കൂടുകയും, ഹോർമോണിൻ്റെ അളവ് വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ വണ്ണം കുറയുകയും നെഞ്ചിടിപ്പ് കൂടുകയും അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രന്ഥിക്ക് പ്രധാനമായിട്ടും ഞാനിപ്പോൾ പറഞ്ഞ പോലെയുള്ള ഇപ്പോൾ ഈ ഹോർമോണിൻ്റെ അളവ് കൂടുക അല്ലെങ്കിൽ ഹോർമോണിൻ്റെ അളവ് കുറയുക എന്നുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ അസുഖങ്ങൾ വരാറുണ്ട്. ഈ ഹോർമോൺ ഉണ്ടാക്കാനായിട്ട് അയഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അയഡിൻ ഇപ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് അധികം കിട്ടുന്നില്ലെങ്കിൽ, നമ്മളിപ്പം വാങ്ങിക്കുന്ന ഉപ്പൊക്കെ അയഡൈസ് സോൾട്ട് ആക്കുന്നതിന് മുമ്പ് ഇത് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ ഈ ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ അയഡിനും കൂടെ കുറയുമ്പോൾ, ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ ശരീരം തന്നെ ഈ ഗ്രന്ഥി കൂടുതൽ വലിപ്പം കൂട്ടുമായിരുന്നു. അപ്പോൾ അതിനെ ഗോയിറ്റർ എന്ന് വിളിക്കും. ഇപ്പോൾ ചിലരുടെ കഴുത്തിൽ ഒരു തടിപ്പായിട്ട് അത് നമുക്ക് കാണാം, പലയിടങ്ങളിൽ ചെറിയ മുഴയും തടിപ്പുമായിട്ടൊക്കെ കാണാം. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് റെയർലി ക്യാൻസർ വരാറുണ്ട്. ക്യാൻസർ വരുന്നത് ബാക്കിയുള്ള ശരീരത്തുള്ള അർബുദങ്ങൾ വെച്ച് നോക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരുന്ന അർബുദം കൂടുതലും ലോക്കലൈസ്ഡ് ആണ്, ചുറ്റും അങ്ങനെ അധികം പടരുന്ന ടൈപ്പല്ല കൂടുതലും. ഇതിന് പുറമേ തൈറോയിഡിന് ഇപ്പം നമ്മൾ സന്ധിവാതം എന്നൊക്കെ പറയുന്ന പോലെ തൈറോയിഡിനും ചെറുതായിട്ട് ഇതുപോലെ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ വരാറുണ്ട്. ഇപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്, ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളിൽ തൈറോയിഡിന് ഹോർമോണിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതിൽ ഗർഭിണികളിൽ ഹോർമോണിൻ്റെ അളവ് അമിതമായിട്ട് കൂടിക്കഴിഞ്ഞാലോ കുറഞ്ഞു കഴിഞ്ഞാലോ ഗർഭം അലസിപ്പോവാൻ സാധ്യതയുണ്ട്. തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ചയെ തന്നെ ബാധിക്കാം. അപ്പം ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളിൽ തൈറോയിഡിൻ്റെ അളവ് ചെക്ക് ചെയ്ത് അത് കുറവാണെങ്കിൽ, അതിൽ അളവ് കുറവാണെങ്കിൽ അത് മരുന്ന് എന്തായാലും ഉപയോഗിക്കണം. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കണം.